ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കൂർഗ് സ്റ്റൈൽ പോർക്ക് അഥവാ പാണ്ടിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1 kg പോർക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളകും കട്ട് ചെയ്തത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. കൂർഗ് സ്റ്റൈൽ പോർക്കിലേക്ക് നമ്മൾ പ്രത്യേകം പൊടിച്ച് മാറ്റി വയ്ക്കുന്ന മസാലയാണ് ചേർക്കുന്നത്. ഈ മസാല തയ്യാറാക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, 8 വറ്റൽമുളക്, 7 ഏലക്കായ, 2 കഷ്ണം പട്ട, 5-6 കരയാമ്പ് ഇവയെല്ലാം ചേർത്ത് മാറ്റി വയ്ക്കാം. കൂർഗ് സ്റ്റൈൽ പോർക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ കാച്ചാമ്പുളിയാണ്. കുറച്ചധികം കുടംപുളി വെള്ളം ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നതാണ് കാച്ചാമ്പുളി. ഇത് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലേക്കുള്ള മസാല കൂട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് പോർക്കിൻ്റെ മീറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അല്പം മല്ലിയില ഇവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് അല്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ നല്ലതാണ്. ടൈമില്ലാത്തവർക്ക് അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് 2 ടൈപ്പിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്നേ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. പല സ്ഥലത്തും കിട്ടുന്ന പോർക്കിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കൊടുത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മീറ്റ് കുക്കായി വരുന്ന നേരം നമുക്ക് നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുള്ള മസാല പൊടിച്ചെടുക്കാം. നമ്മുടെ പോർക്കിൻ്റെ മീറ്റ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാച്ചാമ്പുളി ആഡ് ചെയ്യാം. കാച്ചാമ്പുളി വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. കുടംപുളി ആയതുകൊണ്ട് തന്നെ നല്ല പുളിയായിരിക്കും. പച്ചമ്പുളി ആഡ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്താൽ മതി. പുളി ഒരു അല്പം മുന്നിൽ നിൽക്കണം, കാരണം ഈ മീറ്റിലേക്ക് പുളി പിടിക്കും. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരിക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യാം. ഈ കറിയുടെ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്കൊരു കുക്കറിൽ ചെയ്യാം. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റിയതേ ഉള്ളൂ. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടാണെങ്കിൽ ഡ്രൈ ആയിട്ടും എടുക്കാം. നമ്മുടെ കൂർഗ് സ്റ്റൈൽ പോർക്ക് ഇവിടെ റെഡിയായി. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മളത് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി കൂർഗ് സ്റ്റൈൽ പോർക്ക് കഴിക്കാനായിട്ട് കൂർഗ് വരെ പോകണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പക്ഷെ കൂർഗിൽ പോകുമ്പോൾ കാച്ചാമ്പുളി മേടിക്കാനായിട്ട് കൂർഗ് സ്റ്റൈൽ പോർക്ക് ഇഷ്ടമുള്ളവർ മറക്കണ്ട. ഇത് വൈറ്റ് റൈസ്, നീർദോശ എന്നിവയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ കഴിക്കാൻ ആഗ്രഹമുള്ളവരും കഴിച്ചു നോക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ബൈ.